താൻ എന്താ എനിക്കൊന്നും അറിവിടാത്ത പോലെ പറയുന്നേ? ഞാനേ ഇവിടുത്തെ പ്രിൻസിപ്പൽ SI അരവിന്ദാരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ. ആ ബാക്കി ഞാൻ നോക്കിക്കോളാം. താൻ സമാധാനമായിട്ടിരിക്കേ, ഞാൻ വിളിക്കാം. ശരി. എന്തായി? പ്രശ്നമൊന്നുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. ആ കേട്ടില്ലേ, ഇത് വെറുതെ ഭയപ്പെടുത്താൻ ചെയ്ത പണിയാ. ഇതിന്റെ പിന്നിലും ആ പ്രിയങ്ക തന്നെ ആവാനാണ് സാധ്യത. നീ അത് കളഞ്ഞേക്ക്. അതല്ലടാ ശബരി. ഒന്നുമില്ല, നീ വെറുതെ ഇത് അരവിന്ദനോട് ചോദിക്കാനും നിൽക്കണ്ട. അവൻ ഒരു പക്ഷേ ഇത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. മച്ചു, നീ വാ, പോവാ. വാ വാ. ഒരു നിമിഷം. സോറി, ഇന്നലെ നമ്മള് അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു. ഒരു നന്ദി വാക്ക് പോലും പറയാൻ പറ്റിയില്ല. അപ്പോഴേക്കും കുട്ടി പോയി. അതൊന്നും സാരമില്ല. കല്യാണിയുടെ പ്രാർത്ഥനയൊക്കെ ഫലിച്ചല്ലോ അല്ലേ? അല്ല, എന്റെ പേരറിയോ കുട്ടിക്ക്? കൊള്ളാം. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡർ കല്യാണിയെ ആർക്കാ അറിയാത്തത്? എനിക്കറിയാം കല്യാണിയെ. സത്യം പറഞ്ഞാ ഓർക്കുമ്പോ സങ്കടമായിരുന്നു. ഞാൻ കാരണം ഇന്നലെ കുട്ടി അടി വാങ്ങിയല്ലേ? അതൊന്നും സാരമില്ല. അല്ലെങ്കിലും ജീവിതത്തിൽ തന്നെ എനിക്ക് എപ്പോഴും തിരിച്ചടികളാ. അല്ല, കല്യാണിക്ക് എന്തിനാ ഇത്രയും കഠിനമായ പ്രാർത്ഥനകളൊക്കെ? പ്രദക്ഷിണം പൂർത്തിയാക്കിയല്ലോ അല്ലേ? ദേവിയുടെ അനുഗ്രഹം കൊണ്ട് പൂർത്തിയാക്കി. ഇന്നലെ ആ പ്രദക്ഷിണം മുടങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് എന്നെ ജീവനോടെ കാണില്ലായിരുന്നു. എല്ലാം അവസാനിപ്പിച്ചേനെ ഞാൻ. എന്റെ പ്രദക്ഷിണം മുടങ്ങാതെ നോക്കി കുട്ടിക്ക് 1 കോടി പുണ്യം കിട്ടും. ഞാൻ പ്രാർത്ഥിച്ചോളാം. പുണ്യം? കല്യാണി കേട്ടിട്ടുണ്ടോ? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വികാരം വിശപ്പാ. എനിക്കിന്ന് വേണ്ടത് പുണ്യമല്ല, വിശപ്പിനൊരു പരിഹാരം. ഇന്നും ഉടുത്തൊരുങ്ങിപ്പോയി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പൊ വരുവാ. പക്ഷെ കിട്ടില്ലെന്ന് ഉറപ്പാ. പഠിച്ചതിനെല്ലാം നല്ല മാർക്ക് വാങ്ങിയാ ജയിച്ചത്. കഷ്ടപ്പെട്ട് പഠിച്ച ജോലി കിട്ടുമെന്നൊക്കെ പറയാറില്ലേ? പക്ഷെ എന്റെ കാര്യത്തിൽ അതൊന്നും നടക്കുന്നേയില്ല. കല്യാണിയുടെ കയ്യിലിരിക്കുന്ന ഈ പച്ചക്കറിയുടെ വില പോലും ഇന്ന് എന്റെ ബിരുദങ്ങൾക്കില്ല. പച്ചക്കറി ഒരു നേരത്തെ വിശപ്പെങ്കിലും മാറ്റും. ആ പ്രയോജനം പോലും ഇല്ല ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ട്. അച്ഛനെ അമ്മയൊന്നും കണ്ട ഓർമ്മ പോലും ഇല്ല. എച്ചിൽ പാത്രങ്ങൾ കഴുകി MSc വരെ പഠിപ്പിച്ച മുത്തശ്ശി മരിച്ചിട്ട് ഇന്നലെ 41 അതാ അമ്പലത്തിൽ വന്നത്. അല്ല, പ്രാർത്ഥനയ്ക്ക് പകരം കല്യാണി വിചാരിച്ച എനിക്കൊരു ജോലി തരപ്പെടുത്തി തരാൻ പറ്റുമോ? വലിയ ബ്രാൻഡ് അംബാസിഡർ അല്ലേ? ആനന്ദ് ഗ്രൂപ്പിന് ഒരുപാട് സ്ഥാപനങ്ങളും ഉണ്ടല്ലോ. എന്ത് ജോലിയായാലും മതി, ഞാൻ റെഡിയാ. അത് പറ്റുമെന്നറിയില്ല. ഞാൻ വേണമെങ്കിൽ പറഞ്ഞു നോക്കാം. ഇപ്പോഴാണെങ്കിൽ മാഡം വീട്ടിലുണ്ട്. സാഹചര്യം നോക്കി വേണം അവതരിപ്പിക്കാൻ. കുട്ടിക്ക്
എന്നോടൊപ്പം തൃച്ചംബരം വീട് വരെ ഒന്ന് വരാൻ പറ്റുമോ? പിന്നെന്താ, ഒരു ജോലിക്ക് വേണ്ടി ഏതറ്റം വരെ വരാനും എത്ര കാത്തിരിക്കാനും ഞാൻ റെഡിയാ. കല്യാണി ഇനി എന്നെ കുട്ടീന്നൊന്നും വിളിക്കണ്ട, എന്റെ പേര് രശ്മിന്നാ. എന്നാ നമുക്ക് പോയാലോ? പോവാ, വരും. വിലാസിനി, വിലാസിനി, ചേച്ചി. കല്യാണിയെ വിളിക്ക്. ആ ശരി ചേച്ചി. കല്യാണി, കല്യാണി. ഡി, ആ കല്യാണി എവിടെ? മാഡം, കല്യാണി മാർക്കറ്റിൽ പോയിരിക്കുക. എന്ത് വേണോന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കിത്തരാം. മാർക്കറ്റിലോ? എന്നോട് ചോദിക്കാതെ അവളെ ആരാ മാർക്കറ്റിലേക്ക് അയച്ചത്? ശേ, ഇനിയിപ്പൊ ചേച്ചിയോട് ഞാൻ എന്താ പറയാ? ആ, നീ തന്നെ വന്ന് പറ അവളിവിടെ ഇല്ലെന്ന്. വാടി. ചേച്ചി, കല്യാണി മാർക്കറ്റിൽ പോയിരിക്കുക. ചേച്ചിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചു തരാം. ദാ സുജാത ഇവിടെയുണ്ട്. ഇപ്പൊ എനിക്ക് കാണേണ്ടത് കല്യാണിയ. അവളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇതെന്തോ പ്രശ്നമുണ്ടല്ലോ. മാഡം, ദേ കല്യാണി എത്തി. ആ, ഡേ കല്യാണി, ചേച്ചിക്ക് നിന്നോടെന്തോ ചോദിക്കാനുണ്ടെന്ന്. വാ. മാഡം, ചോദിക്കുന്നതിന് നീ വ്യക്തമായി മറുപടി പറയണം. എന്റെ താലിഭാഗ്യത്തിനും ആനന്ദിന്റെ കല്യാണം നടക്കാനും വേണ്ടിയിട്ടാണ് നീ കഠിനമായ മുട്ടുകാൽ പ്രദക്ഷിണം നടത്തിയത്. അത് സന്തോഷമുള്ള കാര്യം. പക്ഷെ ചോദ്യം അതല്ല. നീ അത് ചെയ്തത് ആര് പറഞ്ഞിട്ടാണെന്ന് എനിക്കറിയണം. അറിഞ്ഞേ പറ്റൂ. ആ, അങ്ങനെ ചോദിക്ക്. ഉത്തരം പറയടി. ചേച്ചി ചോദിച്ചത് കേട്ടില്ലേ? അത് മാഡം, ശിവരാമ സാറിന്റെ പിറന്നാളിന്റെ തലേ ദിവസം ഞാൻ പാലുമായിട്ട് വന്നപ്പോ വല്യുഞ്ഞിന്റെ കല്യാണം നടക്കുന്നില്ലല്ലോ എന്ന് സങ്കടം പറയുന്നത് ഞാൻ കേട്ടു. ഓ, അപ്പൊ നിനക്ക് ഒളിഞ്ഞു കേൾപ്പാ പരിപാടിയല്ലേ? ഇത് എന്ന് തൊട്ട് തുടങ്ങി? എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു ഇവൾക്ക് ഇങ്ങനത്തെ ചില ചുറ്റിക്കളികൾ ഉണ്ടെന്ന്. അയ്യോ, മനഃപൂർവ്വം ഞാൻ ഒളിഞ്ഞു കേട്ടതൊന്നും അല്ല മാഡം. പാല് കൊണ്ടുവന്നപ്പോ കേട്ടതാ. ആ, രണ്ടും ഒന്ന് തന്നെ. വിലാസിനെ, ആ, ശരി ശരി, ഞാനൊന്നും മിണ്ടുന്നില്ല. മിണ്ടണ്ട, അതാ നല്ലത്. കല്യാണി പറഞ്ഞത് നീ കേട്ടല്ലോ. ആര് പറഞ്ഞിട്ടാണെങ്കിലും ഈ കുടുംബത്തിന് വേണ്ടി കല്യാണി ചെയ്തതുപോലൊരു കാര്യം നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതൊന്നും എന്നെ കൊണ്ട് പറ്റൂല. പണ്ടേ എനിക്ക് മുട്ടുവേദനയുള്ളതാ. അതൊന്നല്ല, ഒന്നും പറ്റില്ല നിനക്ക്. അപ്പൊ പിന്നെ മിണ്ടാതെ നിൽക്കുന്നതാ വൃത്തി. മനസ്സിലായോ? കല്യാണി ചെയ്ത ആ കഠിന പ്രാർത്ഥനയ്ക്ക് ദൈവം ഈ കുടുംബത്തിന് ഫലം തരാതിരിക്കില്ല. അതെനിക്ക് നല്ല വിശ്വാസം. ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയും ത്യാഗം ചെയ്ത കല്യാണിക്ക് ഞാൻ എന്തെങ്കിലും പകരം ചെയ്യണം. അതാ ഇപ്പൊ എന്റെ തീരുമാനം. കല്യാണി, നീ പറ, നിനക്ക് എന്താ വേണ്ടത്? നീ എന്ത് ചോദിച്ചാലും ഞാൻ തരും. മടിക്കാതെ ചോദിക്കാം. എന്റെ ദൈവമേ, ഇനി ഇവിടെ തൃച്ചംബരത്തെ മൂത്ത മരുമകളാകണമെന്നെങ്ങാനും പറയൂ. അയ്യോ,
മടിക്കണ്ട കല്യാണി. നിനക്ക് എന്തു വേണമെങ്കിലും ചോദിക്കാം, ചോദിച്ചോളൂ. ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ? എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക്. നല്ല ഒന്നാന്തര അവസരമല്ലേ? സ്വർണ്ണാഭരണങ്ങളോ പൈസയോ തുണിയോ എന്തെങ്കിലും ചോദിക്ക്. അത് മാഡം, ഇവിടെ ഒരാൾക്കൊരു ജോലി കൊടുക്കാൻ പറ്റുമെങ്കിൽ. ജോലിയോ? ആർക്ക്? രശ്മി, അകത്തേക്ക് വരൂ. അമ്പലത്തില് എനിക്ക് ആ പ്രദക്ഷിണം പൂർത്തിയാക്കാൻ സാധിച്ചത് ഈ കുട്ടി കാരണ മാഡം. ഞാൻ മുട്ടുകാലിൽ പ്രദക്ഷിണം ചെയ്യുന്ന സ്ഥലത്ത് ആരോ പരലുപ്പ് വാരിയിട്ടിരുന്നു. അതില് മുട്ട് കയറിയിരുന്നെങ്കിൽ വീണുപോയന് ഞാൻ. ഒപ്പം കയ്യിൽ നിന്ന് വിളക്കും വീണണയും. ആ ആപത്തിൽ നിന്ന് രക്ഷിച്ചത് ഈ രശ്മി ഒരാളാ. ഭാഗ്യം ഇവൾ എന്റെ പേര് പറഞ്ഞില്ല. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അങ്ങനെ 7 പിടിയുന്ന ജോലി കൊടുക്കാൻ ഇതെന്താ സർക്കാരിന്റെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആണോ? വേണമെങ്കിൽ നിനക്ക് കിട്ടുന്ന വല്ല പങ്കും അവക്ക് കൊടുത്താ മതി, കേട്ടാ? വിലാസിനെ, അതല്ല ചേച്ചി, ഇവൾ ആരാ എന്താന്നൊന്നും അറിയാതെ. മാഡം, രശ്മിക്ക് ആരുമില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു മുത്തശ്ശി മരിച്ചിട്ട് ഇന്നലെ 41 ദിവസമായി. ഒറ്റയ്ക്ക് ഒരു വീട്ടില്, അത് ഒരു വരുമാനവും ഇല്ലാതെ. ഡിഗ്രി വരെ പഠിച്ചിട്ട് ഇപ്പൊ ഓരോരോ സ്ഥാപനങ്ങളിലായിട്ട് ജോലി തേടി നടക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. തൽക്കാലം ഇവിടെ സെർവൻസിന്റെ ക്വാർട്ടേഴ്സിൽ താമസിക്കാൻ പറയേ. സർട്ടിഫിക്കറ്റും ഫോർമാലിറ്റീസും ഒക്കെ നാളെ അരവിന്ദ് വന്നിട്ട് ചെയ്യും. അതെ, കല്യാണി പറഞ്ഞിട്ടാ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി കല്യാണിക്കായിരിക്കും. ശരി മാഡം, ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ നോക്കിക്കോളാം. കല്യാണി, ഒരുപാട് നന്ദിയുണ്ട് നിന്നോട്. ദയവായിട്ടാ എനിക്ക് നിന്നെ കാട്ടിത്തന്നത്. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ കിച്ചണിലൊന്ന് കേറിയിട്ട് ക്വാർട്ടേഴ്സ് കാണിച്ചു തരാം നിനക്ക്. ഇപ്പൊ നീ ഇവിടെ നിൽക്ക്.
രശ്മി, ഭാഗ്യം നിന്നെ അഖിലേച്ചി തിരിച്ചറിഞ്ഞില്ല. മുൻപ് ആങ്ങളയുടെ 2 മക്കളെ കൊണ്ടുവന്ന് രണ്ടും വൻ പരാജയമായ സ്ഥിതിക്ക് നിന്റെ വരവ് ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ചതാ. ഹോ, ഏതായാലും നീ പഠിച്ചതും വളർന്നതും ഒക്കെ ചെന്നൈയിലായതുകൊണ്ട് ഇവിടെ നിന്നെ ആരും തിരിച്ചറിയില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? കല്യാണി വഴിയെ ഇവിടെ ഇനി ഒരു എൻട്രി നടക്കുമെന്ന് ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? 100% ശരി. ഏതായാലും ആന്റി ഒരു കാര്യം ഓർത്തോ, ജയന്തിയെ പോലെയോ പ്രേമയെ പോലെയോ അല്ല ഈ രശ്മി. ഞാനല്പം വിഷം കൂടിയേനോ ഒരു കടിക്ക് തന്നെ ആളെ വീഴ്ത്തു. ഇവിടെ തൃച്ചംബരത്തിന്റെ ചുവരുകൾക്ക് വരെ കാതാ. ഇവിടെ എല്ലാവരുടെ മുന്നിൽ ഞാനും നീയും കീരിയെയും പാമ്പിനെയും പോലെ ആയിരിക്കണം, മനസ്സിലായോ? അതെ ആന്റി, അറിയാം. സൂക്ഷിക്കണം. ഇതെല്ലാം അഖിലാണ്ടേശ്വരി കണ്ണടച്ച് വിശ്വസിച്ചു എന്ന് നീ വിചാരിക്കണ്ട. നീ ഒരു കടിക്ക് ആളിനെ വീഴ്ത്തുമെങ്കിൽ അഖില ദൂരെ നിന്നുള്ള ഒരു നോട്ടത്തിൽ വിഷം കയറ്റുന്നവളാ. രാജവെമ്പാല. ദാ, ഇതാണ് ആ രാജവെമ്പാലയുടെ കുടുംബം, നമ്മുടെ ശത്രുക്കൾ. എങ്ങനെയെങ്കിലും ആനന്ദിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റണം. അതിനുള്ള വഴി കല്യാണിക്ക് സേവ ചെയ്യല. നോക്കാം. ഓക്കെ. ആരാ? മനസ്സിലായില്ല. സർ, ഞാൻ രശ്മി. ഓ, അമ്മ പറഞ്ഞിരുന്നു രശ്മിയുടെ കാര്യം. അരവിന്ദ് വരട്ടെ, എന്നിട്ട് ആലോചിക്കുക എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന്. അല്ല, ഈ സമയത്ത് ഇതിലെ കല്യാണിയുടെ പൊള്ളിയ കയ്യില് അല്പം എണ്ണ ഇട്ടു കൊടുക്കാൻ പോവുക. കല്യാണിയുടെ കൈ പൊള്ളിയെന്നോ? എങ്ങനെ? മുട്ടിലെ പ്രദക്ഷിണം നടത്തി ദീർഘനേരം കയ്യിൽ ചിരാത് വെച്ചിരുന്നത് കൊണ്ട് കൈക്ക് പൊള്ളലുണ്ടായിരുന്നു. കല്യാണി അതൊന്നും വകവയ്ക്കാതെ ജോലിയെല്ലാം ചെയ്തിരുന്നതാ. പക്ഷേ വൈകിട്ടായപ്പോ അതിന്റെ അവസ്ഥ വളരെ മോശമായി. അതാ എണ്ണയിട്ട് കൊടുക്കാന്ന് വെച്ചത്.
ശ്ശെ, എന്തൊക്കെയായി സംഭവിക്കുന്നത്? കല്യാണി എനിക്ക് വേണ്ടി പൂജ ചെയ്തതും കൈ പൊള്ളിയതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഏതായാലും മരുന്ന് ഇങ്ങോട്ടെടുക്ക. കല്യാണിക്ക് ഞാൻ ഇട്ട് കൊടുത്തോളാം. ശരി സർ, കല്യാണിക്ക് അതൊരു വലിയ ആശ്വാസമാവും. ദാ. ശരി. യെസ്, ഇതാ ഞാൻ പ്രതീക്ഷിച്ചത്. ഇനി ഈ രശ്മി വിരിക്കുന്ന വലയിൽ താമസിയാതെ രണ്ടും കിടന്ന് പെടഞ്ഞോളും. തൽക്കാലം ഇനി റൊമാൻസിന്റെ സമയം. നടക്കട്ടെ കാര്യങ്ങള്, കാണാൻ നമുക്ക്.